ഗുരുവായൂരപ്പ ഭക്തനായ പാണ്ഡ്യരാജാവിനെപ്പറ്റി അറിയുമോ? അതിനു മുൻപ് ഈ ചാനലിനെ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തൂ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കൂ. വരൂ, കഥയിലേക്ക് പോകാം. ഗുരുവായൂരുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേൾക്കുന്ന കഥയാണ് ഒരു പാണ്ഡ്യരാജാവിൻ്റേത്. ഈ രാജാവ് ഒരു ദിവസം തന്റെ രാജ്യത്തെ ഏറ്റവും പ്രസിദ്ധനായ ജ്യോത്സ്യരെ വിളിച്ചുകൊണ്ടുവരികയും അദ്ദേഹത്തിന് തന്റെ ജാതകം കാണിച്ചു കൊടുക്കുകയും ചെയ്തു. രാജാവിന്റെ ജാതകം ഗണിച്ചു നോക്കിയ ജ്യോത്സ്യർ അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്കകം പാമ്പുകടിയേറ്റ് മരിക്കുമെന്ന് വിധിയെഴുതി. ഇതറിഞ്ഞ് കുപിതനായ രാജാവ് ജ്യോത്സ്യരെ ജയിലിലടയ്ക്കാൻ തീരുമാനിച്ചെങ്കിലും മന്ത്രിമാർ അദ്ദേഹത്തെ തടഞ്ഞു. തുടർന്ന് അപമൃത്യുവടയാനാണോ തന്റെ വിധി എന്നാലോചിച്ച് രാജാവ് ചിന്താധീനനായിരിക്കെ സദസ്സിലുണ്ടായിരുന്ന ഒരു നമ്പൂതിരി പാപപരിഹാരത്തിന് ഗുരുവായൂരിൽ പോകണമെന്നും അവിടെ വെച്ച് മരിച്ചാൽ തന്നെയും മോക്ഷം കിട്ടുമെന്നും നിർദ്ദേശിച്ചു. അതനുസരിച്ച് രാജാവും കുടുംബാംഗങ്ങളും നമ്പൂതിരിയും ജ്യോത്സ്യരും ഒരുമിച്ച് ഗുരുവായൂരിലേക്ക് പുറപ്പെട്ടു. ഗുരുവായൂരിലെത്തിയ രാജാവ് തന്റെ മരണം പ്രവചിച്ച ദിവസം വരെയും ഭജനമിരിക്കാൻ തീരുമാനിച്ചു. അതനുസരിച്ചുള്ള എല്ലാ ചിട്ടകളും അദ്ദേഹം പാലിച്ചു പോന്നു. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം രാവിലെ ഉണർന്നു നോക്കിയ രാജാവ് താൻ ജീവിച്ചിരിക്കുന്നതായി മനസ്സിലാക്കി. ജ്യോത്സ്യർ മരണം പ്രവചിച്ചതിന്റെ പിറ്റേ ദിവസമായിരുന്നു അത്. ഒരേ സമയം സന്തോഷവും കോപവും തോന്നിയ രാജാവ് ജ്യോത്സ്യരുടെ അടുത്ത് പോകുകയും അദ്ദേഹത്തെ ശാസിക്കുകയും ചെയ്തു. തലേന്നു രാത്രി താൻ ഒരു പാമ്പിനെ കണ്ടതുപോലുമില്ല എന്നായിരുന്നു രാജാവിന്റെ വാദം. അപ്പോൾ ജ്യോത്സ്യർ രാജാവിന്റെ കാലിലേക്ക് നോക്കുകയും അവിടെയുള്ള ഒരു പാട് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. അത് പാമ്പ് കടിച്ച പാടായിരുന്നു. ഭഗവത്കാരുണ്യം കൊണ്ടുമാത്രമാണ് താൻ രക്ഷപ്പെട്ടതെന്ന് മനസ്സിലാക്കിയ രാജാവ് അപ്പോൾ ജീർണാവസ്ഥയിലായിരുന്ന ക്ഷേത്രം പുനരുദ്ധരിക്കുന്നതിന് നിർദ്ദേശം നൽകുകയും തന്റെ സമ്പത്ത് മുഴുവൻ ഗുരുവായൂരപ്പന് സമർപ്പിക്കുകയാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ആഗ്രഹമനുസരിച്ച് ക്ഷേത്രം സ്വർണ്ണം കൊണ്ടും വെള്ളികൊണ്ടും നവരത്നങ്ങൾ കൊണ്ടും പുതുക്കി പണിയുകയും ശ്രീകോവിലിന്റെ ചുമരുകളിൽ ചിത്രങ്ങൾ വരച്ചു ചേർക്കുകയും ചെയ്തു. തന്റെ സമ്പത്ത് മുഴുവൻ ഗുരുവായൂരപ്പന് ദാനം ചെയ്ത അദ്ദേഹം ശിഷ്ടകാലം തികഞ്ഞ ഗുരുവായൂരപ്പ ഭക്തനായി ജീവിച്ചു പോന്നു.